നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ സമുദായങ്ങളുടെ ജനസംഖ്യയിൽ ഭീമമായ വർധനവ് വന്നപ്പോഴും ഹിന്ദു ജനസംഖ്യ 8% കുറഞ്ഞ സാഹചര്യത്തിൽ ആശങ്ക രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഹിന്ദുക്കൾ ഇല്ലാതാകുന്നത് രാജ്യത്തിന് മാത്രമല്ല, ലോകത്തിന് തന്നെ ഗുണകരമായി ഭവിക്കില്ല എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ദേശീയ മാധ്യമമായ റിപ്പബ്ലിക് ടിവിക്ക് നൽകിയ അഭിമുഖത്തിലാണ് തന്റെ ആശങ്ക പ്രധാനമന്ത്രി തുടർന്ന് പ്രകടിപ്പിച്ചത്. ഹിന്ദു ജനസംഖ്യ കുറയുന്നത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുന്ന ആശങ്കയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന ഭാവിയിൽ ലോകത്തെ എങ്ങനെയെങ്കിലും സന്തുലിത അവസ്ഥയിൽ നിലനിർത്താൻ കഴിയുന്ന ആരുടെയും ശത്രു അല്ലാത്ത ഒരു മഹത്തായ സംസ്കാരം, അതിന്റെ പങ്ക് കുറഞ്ഞാൽ നമുക്ക് ഈ ലോകത്തെ സ്വാധീനിക്കാൻ കഴിയില്ല. അതിനാൽ തന്നെ ഹിന്ദു ജനസംഖ്യ എങ്ങനെ കൂട്ടാമെന്ന് നമ്മൾ മാത്രമല്ല, ഈ ലോകം മുഴുവൻ ആശങ്കപ്പെടുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി നൽകിയ റിപ്പോർട്ട് പ്രകാരമാണ് 1950നും 2015നും ഇടയിലുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഹിന്ദു ജനസംഖ്യയുടെ വിഹിതം 7.82% കുറഞ്ഞതായും അതേസമയം മുസ്ലിങ്ങളുടേത് 43.15% വർദ്ധിച്ചതായും വ്യക്തമാക്കിയത്. വിശകലനം ചെയ്ത 167 രാജ്യങ്ങളിൽ ഭൂരിപക്ഷ സമുദായത്തിന്റെ ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തിയത് രാജ്യത്തിൽ 2ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. 10% ഇടിവ് രേഖപ്പെടുത്തിയ മ്യാൻമറിന് തൊട്ടു പിന്നാലെയാണ് ഇന്ത്യയിലെ ഭൂരിപക്ഷ വിഹിതത്തിലെ കുറവ് എന്നത് പഠനം വ്യക്തമാക്കുന്നു. 1950-ൽ മുസ്ലിം ജനസംഖ്യയുടെ പങ്ക് 9.84% 2015-ൽ 14.09% വർദ്ധിച്ചു. അവരുടെ വിഹിതത്തിൽ 43.15% വർധനവാണുള്ളത്. അതേസമയം നമ്മുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും വിഭജന കാലത്ത് ഗണ്യമായ രീതിയിൽ ഉണ്ടായിരുന്ന ഹിന്ദു ജനസംഖ്യ ഇന്ന് മഷിയിട്ട് നോക്കിയാൽ പോലും കാണാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ പീഡനം അനുഭവിക്കുന്നു എന്ന തെറ്റായ പ്രഖ്യാപനം അല്ലെങ്കിൽ വ്യാഖ്യാനം ഇതോടുകൂടി തകർന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. 1950നും 2015നും ഇടയിൽ ഹിന്ദുക്കളുടെ വിഹിതം 7.82% കുറഞ്ഞപ്പോൾ മുസ്ലിങ്ങളുടേത് 43% വർദ്ധിച്ചു. അതിനർത്ഥം ഹിന്ദു സമൂഹം എല്ലാം ഉൾക്കൊള്ളുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ കക്ഷികൾ ഇനിയും തെറ്റായ വിവരണങ്ങൾ പ്രചരിക്കുന്നതിൽ അർത്ഥമില്ല. ന്യൂനപക്ഷം ഭീഷണിയിലാണ് എന്ന ആഹ്വാനങ്ങൾ സൃഷ്ടിക്കുന്നവർ റിപ്പോർട്ട് പരിശോധിച്ച് അവരുടെ തെറ്റായ ധാരണയിൽ നിന്ന് പുറത്തു വരണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നമ്മുടെ രാജ്യത്തെ ഹിന്ദുക്കളുടെയും ന്യൂനപക്ഷ സമുദായങ്ങളുടെയും സാഹചര്യം താരതമ്യപ്പെടുത്തിയാൽ ഇതാണ് അവസ്ഥ. പക്ഷെ എന്നിട്ടും പ്രതിപക്ഷ പാർട്ടികളുടെ മുറവിളി ഇവിടെ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് തന്നെയാണ്. 43% എന്ന അത്ഭുതപൂർവമായ വളർച്ച മുസ്ലിം സമുദായം കരസ്ഥമാക്കിയിട്ടും എല്ലാ വിഭാഗങ്ങളുടെയും പ്രാഥമിക അവകാശം അവർക്കാണ് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് ഇപ്പോഴും പ്രതിപക്ഷ പാർട്ടികളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മണ്ടന്മാർ ആകാൻ സ്വയം ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഒരു ജനവിഭാഗമായി ഹിന്ദുക്കൾ തുടരുന്നിടത്തോളം കാലം നമ്മളെ മണ്ടന്മാരാക്കാൻ കോൺഗ്രസിനെ പോലെയുള്ള പാർട്ടികൾ ഇന്നും ഉണ്ടാകുന്നു എന്നതാണ് പൊള്ളുന്ന യാഥാർത്ഥ്യം.